ഇന്ത്യ മുന്നണിയുടെ ചെയർമാനാകാൻ നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് കൺവീനർ എന്നൊരു പോസ്റ്റ് അല്ല നിതീഷ് കുമാർ ഉദ്ദേശിച്ചിരുന്നത്, ചെയർമാനാകുക എന്നുള്ളതാണ്. ആ ചെയർമാൻ പോസ്റ്റിലേക്ക് ഈ പറയുന്ന മമതാ ബാനർജിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളും അതിശക്തമായ എതിർപ്പ് ഉന്നയിച്ചതോടുകൂടി തന്നെ ആ സാധ്യത നിതീഷ് കുമാറിന് ഇല്ലാതാകുന്നു. മാത്രമല്ല, ഖാർഗെ ചെയർമാനായിട്ട് വരികയും ചെയ്യുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രൈം മിനിസ്റ്റീരിയൽ ഫേസ് ആയിട്ട് മാറാൻ നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു. ചെയർമാൻ ആയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല. ഞാൻ പറയുന്നത് 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്നും ആ അട്ടിമറിയുടെ അടിസ്ഥാനത്തിൽ തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്ന് നിതീഷ് കുമാർ പ്രതീക്ഷിച്ചിരുന്നു എന്നല്ല, മറിച്ച് അത്തരത്തിലൊരു പോസ്റ്റിലൂടെ ആ പോസ്റ്റിനെ നിതീഷ് കുമാർ ആയി ചെയ്തിരുന്നു. പക്ഷേ ഈ പറയുന്ന മമതാ ബാനർജിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ എതിർപ്പിനെ തുടർന്ന് ഖാർഗെ അതിൻ്റെ ചെയർമാൻഷിപ്പിലായതോടുകൂടി തന്നെ നിതീഷ് കുമാർ ഏതാണ്ട് വിഡ്രോ ചെയ്തിരുന്നു. കൺവീനർ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നിതീഷ് കുമാറിന് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പോസ്റ്റ്, അതിനകത്ത് നിതീഷ് കുമാറിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ പോസ്റ്റ് ഫില്ല് ചെയ്യാതിരിക്കുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ.